ട്രഡീഷണൽ സാരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കണ്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്കിൽ വന്നേക്കുന്ന സെമി സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ്. അപ്പം ഇന്ന് നമുക്ക് കാണാൻ പോകുന്ന ആ കളക്ഷൻസ് ആണ്. കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസിൽ നിൽക്കുന്ന കാരണം തന്നെ ഷോർട്ടർ ബോർഡേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ട്രഡീഷണൽ കുട്ടു ബോർഡേഴ്സിൻ്റെ ലുക്ക് അതേപോലെ തന്നെ പവർ ലൂമിൽ ചേർത്തേക്കുന്ന സാരീസാണ്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് കാണാം. ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്കാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വേഗം കാണാം. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്, ഞാൻ ടാഗ് ഒന്ന് നോക്കിയോട്ടെ. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 1929 ആണ്. അപ്പം 2000-നുള്ളിൽ നമുക്ക് വെഡ്ഡിങ് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ സാരീസ് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഓരോരോ കളേഴ്സായിട്ട് നോക്കാം. നമ്മൾ ഈ സാരീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ഡ്രൈ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക, 1. 2, ഇതിൻ്റെ ബ്ലൗസ് ബ്രൊക്കേറ്റ് പാറ്റേണിലാണ് വന്നേക്കുന്നത്. അതായത് ബോർഡേഴ്സിൻ്റെ കളറിലായിരിക്കും എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. അപ്പോൾ ബ്ലൗസ് പീസ് അയൺ ചെയ്യുമ്പോൾ ചെറുതായിട്ട്, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫൈബേഴ്സ് യൂസ് ചെയ്തേക്കുന്ന കാരണം മിക്സ്ഡ് ആയിട്ടുള്ള ജെറി ആയത് കാരണം തന്നെ അതിന് ചെറിയൊരു ഷ്രിങ്കേജ് വരും. അപ്പോൾ അത് കാരണം നമ്മളൊരു ഇച്ചിരി ലൂസ് ഇട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഇത് സാരിയായിട്ട് ഉടുക്കാം, ധാവണിയായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് എന്തെങ്കിലും പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നും കളക്ഷൻസ് ആയിട്ട് കാണാം. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ പാലറ്റ്സിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ഫസ്റ്റ് കളർ നമുക്കറിയാം, കാഞ്ചീപുരം സാരീസ് അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്ക് സാരീസ് നമ്മൾ ആദ്യം ഇഷ്ടപ്പെടുന്നൊരു കളറാണ്. നല്ല പച്ചയും പിങ്കിഷ് മെറൂണും കൂടെ വരുന്ന കോമ്പിനേഷൻ അല്ലേ? നല്ല രസമില്ല എൻ്റെ കാണാൻ. നല്ല രസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. ഇത് ഇനിയിപ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെൻഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഒത്തിരി ടൈം ഫ്രെയിം എടുക്കാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റണമല്ലോ. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. അപ്പം ഞാൻ ലൈറ്റിങ്ങിൽ നിൽക്കുന്ന കാരണം ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യുവാണെങ്കിൽ നല്ല രസമായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വീവിങ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞതായിട്ടുള്ള ഡയമണ്ട് വീവിങ് പാറ്റേണിനകത്ത് ബൂട്ടാസ് വരുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. ട്രഡീഷണൽ കാഞ്ചീപുരം സാരീസിൽ വരുന്ന പോലെ കുട്ടു ബോർഡേഴ്സ് എന്ന് പറയും, കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ബോർഡേഴ്സ്. ആ ബോർഡേഴ്സിൻ്റെ ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പറിലും ലോവറിലും ചെറിയ ബോർഡേഴ്സാണ്, ഒത്തിരി വീതിയുള്ള ബോർഡേഴ്സ് അല്ല. ഞാൻ ഈ ഒരു സാരി മാത്രം ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ പ്ലീറ്റ് എടുത്തും കൂടെ കാണിക്കാം. സാരീസ് നമുക്ക് ഡ്രേപ്പ് ചെയ്യുമ്പം എപ്പോഴും കൺസേൺസ്, അതായത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിലും സ്റ്റോറിൽ വരുമ്പോഴാണെങ്കിലും നമുക്ക് പ്ലീറ്റ്സ് എങ്ങനെ വരും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം കൺസേൺസ് വരുന്ന ഒരു ഫാക്ടർ. ഇതാണ് എൻ്റെ പ്ലീറ്റ്സിൻ്റെ പോർഷൻ വരുന്നത്. പ്ലീറ്റ്സിൻ്റെ പോർഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് എൻ്റെ പ്ലീറ്റ്സിൻ്റെ പോർഷൻ. പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ട്, ഇതിപ്പോൾ ഒത്തിരി പ്ലീറ്റ്സ് ഞാൻ പിടിച്ചേക്കുന്നതുകൊണ്ട് ഇച്ചിരി പഫി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ഇതുണ്ടോ പ്ലീറ്റ്സ് കിടക്കുന്നുണ്ടോ? നമ്മൾ ഷോസിലൊക്കെ ചെല്ലുമ്പം ഷോസിനൊക്കെ പോകുമ്പോഴാണെങ്കിലും മാനിക്യൂൻസ് ഡ്രേപ്പ് ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ? അതുപോലെ നമുക്ക് ഡ്രേപ്പ് ചെയ്ത് നിൽക്കാൻ പാകത്തിനാണ് ഇതിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. 1 ലെയർ ഇട്ട് ഉടുക്കാനാണെങ്കിലും അടുക്കി കുത്തി ഉടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇതാണ്. ബ്ലൗസ് പീസും ഫുൾ ജക്കാർഡിലാട്ടോ വന്നിരുന്നത്. ഇതൊന്ന് പട്ടുപാവാടയായിട്ടൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി എന്ത് ഭംഗിയായിരിക്കും എന്നുള്ളത്. അപ്പം ഇതാണ് അതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒട്ടും മിസ് ചെയ്യേണ്ട, നേരെ പോരെ ട്രിവാൻഡ്രത്തെ സ്റ്റോറിലും തലമുല്ല സ്റ്റോറിലും നിങ്ങൾക്ക് ഈ തവണത്തെ ഫംഗ്ഷൻസിന് അഹത്തിനോടൊപ്പം തന്നെ സ്പെൻഡ് ചെയ്യാം. കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. സെമി സിൽക്ക് ഫാബ്രിക്കാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ ബാക്കി കളേഴ്സ് കാണാം. ഇതിപ്പോൾ ഒരു ഡിസൈനല്ല നമ്മൾ കണ്ടേ. അതിൻ്റെ സെക്കൻഡ് കളർ വന്നേക്കുന്നത് ബ്ലാക്ക് ആൻഡ് മെറൂൺ. ബ്ലാക്ക് എനിക്ക് ഒരിക്കലും നിവർത്തി കാണാതിരിക്കാൻ പറ്റില്ല. എൻ്റെ പേഴ്സണൽ കളക്ഷനകത്ത് ഏറ്റവും കൂടുതലുള്ള കളറും ബ്ലാക്ക് തന്നെയായിരിക്കും. ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ, ഫുൾ ബോഡിയിൽ ആൻറ്റിക് ഗോൾഡൻ്റെ വീവിങ് പാറ്റേൺ, റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു ആൻഡ് റിച്ച് ബ്ലൗസ്. നെക്സ്റ്റ് കളറ് ട്രഡീഷണൽ പാലറ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നേക്കുന്നത് മസ്റ്റേർഡ് യെല്ലോയും ബോട്ടിൽ ഗ്രീനും. ഇതൊന്നും വെച്ച് കാണിച്ചില്ലെങ്കിലും നേരിട്ട് കാണുമ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കളേഴ്സാണ്. ബ്ലൗസും പല്ലും ഒരേപോലെ തന്നെയാണ് വന്നേക്കുന്നത്. ഇനി ഈ കൂട്ടത്തിൽ തന്നെ റെയർ കളേഴ്സ് ഇഷ്ടമുള്ളവരുണ്ടോ? റെയർ കളേഴ്സിനകത്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ് ഫ്യൂഷ്യ പിങ്കും. അതുപോലെ തന്നെ ഫ്യൂഷ്യ പിങ്കിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള നമ്മുടെ പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. ഇതൊക്കെ ഇങ്ങനെ കാണുന്നേക്കാളും നേരിട്ട് വരാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്.
ഭയങ്കര ക്ലാസി എലിഗൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. അപ്പം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. www.aham.store KFC എന്ന കോഡിൽ 125, 126, 127 അങ്ങനത്തെ ഡിഫറെൻറ്റ് കോഡ്സിൽ 36, 38, 39 ഒത്തിരി ഡിഫറെൻറ്റ് ഡിസൈൻസിൽ വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ പാറ്റേൺ ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം കണ്ട ഡിസൈനിനകത്ത് നമ്മൾ ബോട്ടിൽ ഗ്രീനും ഫ്യൂഷ്യ പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ആയിരുന്നെങ്കിൽ ഇത് മെറൂണും ബോട്ടിൽ ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷനാണ്. ബോട്ടിൽ ഗ്രീൻ എന്ന് പറഞ്ഞാലും എക്സാക്ട്ലി ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല കേട്ടോ എൻ്റെ കളർ വന്നേക്കുന്നത്. ഒരു ഇച്ചിരിയും കൂടെ പീകോക്ക് ടച്ച് കയറി വന്നിട്ടുള്ള ബോട്ടിൽ ഗ്രീനാണ്. ഈ സാരിക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ഉണ്ടോ, നല്ല രസമുള്ള സാരിയാണ്. അതിൻ്റെ വീവിങ് പാറ്റേൺ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ദേ ബോർഡറിൻ്റെ കളറിൽ ഫുൾ ബോഡിയിൽ ബൂട്ടാസ് വന്നിട്ടുള്ള കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലാണ്. നേരത്തെ സാരിയിൽ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് പല്ലുവിൻ്റെ സെയിം കളറിലായിരുന്നെങ്കിൽ ഇത് ബോർഡറിൻ്റെയും പല്ലുവിൻ്റെയും കോമ്പിനേഷൻ. അത് വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഷെയ്ഡ് ഉറപ്പായിട്ടും ചേഞ്ച് ഉണ്ടായിരിക്കും, കാരണം ലൈറ്റിംഗ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇതൊരു ബോട്ടിൽ ഗ്രീനും പീകോക്ക് ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ വന്നേക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഉണ്ടോ, യെല്ലോയുടെ കൂടെ ഏതൊക്കെ കളേഴ്സ് ചേരുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ. യെല്ലോയുടെ കൂടെ ചേർന്നിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള ഒലിവ് ചേർന്നിട്ടുള്ള യെല്ലോ ഷെയ്ഡ്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. നല്ല ഭംഗിയായിട്ടുള്ള മെറൂൺ ആൻഡ് ആ യെല്ലോയ്ക്കകത്ത് ആ കോപ്പർ വീവിങ് പാറ്റേണും ത്രെഡ്സും കൂടെ മേർജ് ചെയ്തിട്ട് ഭയങ്കര ഒരു ക്ലാസി ഫീലിലാണ് വന്നിട്ടുള്ളത്. എങ്കിൽ ഏതോ ഒരു കസ്റ്റമറിന് ഇതിൻ്റെ ഒരു ധാവണി ചെയ്യാനില്ലായിരുന്നു. യെസ്, അപ്പോൾ ആ ഒരു പാറ്റേൺസിനൊക്കെ ധാവണിക്കൊക്കെ ചെയ്യാൻ ആ കസ്റ്റമറിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു പാറ്റേൺ സ്റ്റൈലാണ്. അത് വേണോ ഇത് വേണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആയില്ല. ഇപ്പം യെല്ലോ ആണോ മെറൂൺ ആണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. അത്രയ്ക്കും കോമ്പിനേഷൻസ് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില സാരീസിന് നമുക്കൊരു എക്സ്ട്രാ ഫ്ലാഷ് ഉണ്ടാവും. ആ ഫ്ലാഷ് അധികം ബോഡിയിൽ വരാത്ത തന്നെയാണ് ഇതിൻ്റെ ആ റിച്ച്നെസ് നിൽക്കുന്നത് കേട്ടോ. ആ ഒരു ആൻറ്റിക് ടച്ചിലുള്ള ജെറി ഫുൾ ത്രൂ ഔട്ട് ദ സാരി പോകുന്നുണ്ട്, പക്ഷേ അത് ഒത്തിരി ഫ്ലാഷി ആയിട്ടുള്ള ഫീലിലല്ല. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ആൻഡ് പല്ലുവിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇതാണ്. ആക്ച്വൽ ബോഡി കളർ ഈ കളറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ജെറിയും വീവിങ്ങും കൂടെ കയറിയതുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു സട്ടിൽ ഫേസിൽ നിൽക്കുന്നത്. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡ് വന്നിരിക്കുന്നത് KAC 128. KAC 128. ഇനി ഇതിനകത്ത് ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം, പേർപ്പിൾ വിത്ത് ബോട്ടിൽ ഗ്രീൻ. ഇതും എക്സാക്ട്ലി ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല കേട്ടോ. ഈ ഷെയ്ഡും എക്സാക്ട്ലി ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല. ഇതിൻ്റെ കളർ വന്നേക്കുന്നത് നമുക്ക് ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാമെന്നുണ്ടെങ്കിലും പക്ഷേ ഒരു പീക്കോക്ക് ചേർന്നിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതിൻ്റെ കൂടെ പെയർ വരുന്നത്. ഇതാണ് ഇപ്പം സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ കളക്ഷൻസ് എല്ലാം തന്നെ നമ്മുടെ സ്റ്റോറിൽ റെഡി സ്റ്റോക്ക് ആയിട്ടും അവൈലബിൾ ആണ്. ചില ഷെയ്ഡ്സ് നമുക്ക് വീഡിയോയിൽ കാണുന്നതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കോൾ വിളിച്ച് കളർ കൺഫേം ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യുക. ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്കാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് ബിലോ 2000 റേഞ്ചിലാണ് ഈ സാരീസ് എല്ലാം അവൈലബിൾ. ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ അവർ വെബ്സൈറ്റ് www.aham.store. മാർച്ച് മാസത്തിൽ തന്നെയാണെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് പ്രൈസിൽ നിന്ന് 10% ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും കേട്ടോ. ഒരു പാർട്ടി വെയർ ലുക്കിനൊക്കെ സാരീസൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യാത്ത ആളുകളാണെങ്കിലും, പാർട്ടിക്ക് ടൈമില്ല, സാരി ഉടുക്കാൻ ടൈമൊന്നുമില്ല എന്നുള്ളവർക്കാണെങ്കിൽ പോലും ഒരു അൺസ്റ്റിച്ച്ഡായിട്ട് വരുന്ന പാർട്ടി വെയർ ലുക്കിന് പറ്റുന്ന സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. 4 ഷെയ്ഡ് വരുന്നുണ്ട്. ലാവൻഡർ, ലൈറ്റ് പീച്ച് ആൻഡ് ഒരു ബ്ലൂ, നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. നേവി ബ്ലൂ അല്ല, സ്കൈ ബ്ലൂ ഷെയ്ഡ് ഉണ്ട് ആൻഡ് ഒരു ഗ്രേ ഷെയ്ഡ്. എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചും കൂടെ ഒന്ന് പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഓരോന്നായിട്ടും ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ആൻഡ് വിസ്കസ് ഓർഗൻസയിലാണ് ഫാബ്രിക് വന്നിട്ടുള്ളത്. നോർമലി നമുക്ക് ഓർഗൻസ സാരീസിലൊക്കെ ആണെങ്കിലും അൺസ്റ്റിച്ച്ഡായിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു എലഗൻറ്റ് സ്റ്റൈൽ തന്നെ കൊണ്ടുവരും. എനിക്ക് സാരീസിനേക്കാളും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സൽവാസ് ആയിരിക്കും. അതും സെയിം ഒരു ഓർഗൻസയിൽ നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു വുമൻ്റെ റോസും അതുപോലെ തന്നെയാണ് ഫ്രഞ്ച് നോട്ടിൻ്റെയും ഒരു സ്വീക്വൻസി വർക്കൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് യോക്ക് പോർഷൻ കേട്ടോ. നമുക്ക് ബോഡിയിലും ആ ഒരു സ്കാറ്റേർഡ് ആയിട്ട് തന്നെ ആ ഒരു സ്വീക്വൻസി വർക്ക് സ്കാറ്റേർഡ് ആയിട്ട് വരുന്നുണ്ട് ബോഡി പോർഷനിൽ. ബാക്കിൽ വരുമ്പം സോളിഡ് ആയിട്ടാണ് കേട്ടോ. ആൻഡ് ഫുള്ളി ഒരു റിച്ച് ലുക്ക് കൊണ്ടുവരുന്ന ഒരു ദുപ്പട്ട, അതിലും സെയിം സ്വീക്വൻസി വർക്ക് തന്നെ വരുന്നുണ്ട്. സ്വീക്വൻസി വർക്കാനാണ് കുറച്ചും കൂടെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ആൻഡ് ഇതാണ്
അതിൻ്റെ ദുപ്പട്ടയുടെ എങ്കിൽ നമുക്ക് ആ ഒരു ത്രെഡ് വർക്ക് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ തന്നെയാണ് സ്കാലപ്പ് ഫിനിഷും കൂടെ കൊടുത്ത് ദുപ്പട്ട കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ലേസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടെ ദുപ്പട്ടയിൽ വരുന്നുണ്ട് കേട്ടോ. ആൻഡ് സെറ്റൂണിൽ വന്നിരിക്കുന്ന ബോട്ടം. ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് സെക്കൻഡ് ലുക്ക് വരുന്നത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. ഒത്തിരി ബ്രൈറ്റൻ ഷെയ്ഡ്സ് ഒന്നും താല്പര്യമില്ല എന്നുള്ളവർക്കാണെങ്കിലും പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ഇതിലും ആ ഒരു സെയിം യോക്ക് പോർഷനാണ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. യോക്കും സെയിം ദുപ്പട്ടയും ആ ഒരു ഊവൻ്റെ റോസിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ഫ്രഞ്ച് നോട്ടൊക്കെ വരുമ്പം ആ ഒരു റോസ് തന്നെ നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറിയാണ് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു വർക്ക് നല്ല ഫിനിഷായിട്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട്. നമ്മൾ കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ ആ ഒരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഒരു നല്ലൊരു ഫിനിഷിങ് കൊടുത്താണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സെറ്റൂണിൽ വന്നിരിക്കുന്ന ബോട്ടം, സെയിം ഓർഗൻസയിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയും അത്യാവശ്യം നല്ലൊരു വർക്ക് ഡീറ്റെയിലിംഗ് ദുപ്പട്ടയിലും കൂടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിലും സ്കാലപ്പ് കൊടുത്ത് തന്നെ ഫിനിഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലോറലിൻ്റെ തന്നെയാണ് ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ദുപ്പട്ടയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ദുപ്പട്ടയുടെ ഒരു ബോർഡറിങ്ങിലാണ് കേട്ടോ. ഫുള്ള് നമുക്ക് ദുപ്പട്ടയിൽ ആ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നില്ല. ഒരു ബോർഡറിങ് ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ആ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക്. ആൻഡ് തേർഡ് ലുക്ക് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. എല്ലാത്തിലും സെയിം വർക്ക് പാറ്റേൺ ഒക്കെ സെയിം ആണ് കേട്ടോ. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ഒരു എൽബോ വരെയുള്ളൊരു സ്ലീവ്സ് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താലും കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ സ്ലീവ്ലെസ്സേ പ്രിഫർ ചെയ്യത്തുള്ളൂ. ആൻഡ് അല്ലാത്തവർക്കാണെങ്കിലും ഇതാണ് എൻ്റെ കേട്ടോ ബോട്ടം വരുന്നത്. സെറ്റൂണിലാണ് ബോട്ടം വരുന്നത്. അല്ലാത്തവർക്കാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് എൽബോ വരെയുള്ള സ്ലീവ്സ് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താലും നല്ലൊരു പാർട്ടി വെയർ ലുക്കിനൊക്കെ ഒരു നൈറ്റ് വെയർ പാർട്ടി ലുക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് ചേർന്ന് പോകുന്നൊരു കോസ്റ്റ്യൂമാണ് കേട്ടോ. ആണ് തേർഡ് ലുക്ക് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ്, ഗ്രേ ഷെയ്ഡ്. ലാസ്റ്റ് ലുക്ക് ഫുള്ളി ഒരു സീക്വൻസിയുടെ തന്നെ ഒരു വർക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് മെറ്റീരിയൽ കുറച്ചും കൂടി ഇങ്ങനെ അത് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൽ വന്നിരിക്കുന്ന ബോട്ടം സെറ്റൂണിൽ വന്നിരിക്കുന്ന സെയിം ബോട്ടമാണ്. ഓർഗൻസയിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ആൻഡ് ഇതിൻ്റെയൊക്കെ കോഡ് വന്നിരുന്നത് PHU 154 എന്ന കോഡാണ്. പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ളത് 4799 ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഡിഫറെൻറ്റ് ലുക്കിൽ വരുന്ന പ്രിൻറ്റിലും ഡിഫറെൻ്റായിട്ട് നിൽക്കുന്ന കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായാലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കുറച്ച് കുർത്ത സെറ്റ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു പിസ്ത ഗ്രീൻ ആണ്. ആൻഡ് മസ്ലിൻ ഫിനിഷിൽ വന്നിട്ടുള്ള ടോപ്പ്, ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം, ആൻഡ് ചെക്ക് കോട്ടയിൽ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ട. ആൻഡ് ബോഡിയിൽ നമുക്ക് ഫുള്ളായിട്ടൊരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. ടോപ്പിലും പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് സ്കാറ്റർഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു മിറർ വർക്കും പിന്നെ ഒരു സീക്വൻസ് വർക്ക് കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ടയിൽ ഒരു ഗോൾഡൻ സാരി വീവിങ് സ്റ്റൈല് സ്ട്രൈപ്പ് ഡീറ്റെയിലിങ്ങിൽ ബോർഡറിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ലൈറ്റ് ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ഇതിലും നമുക്ക് ഫുള്ളായിട്ടൊരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. സ്കാറ്റർഡായിട്ട് മിറർ വർക്കും ഒരു സീക്വൻസ് വർക്കും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 3/4 സ്ലീവാണ് വരുന്നത്. സ്ലീവ്സിൻ്റെ പോർഷനിലും ഒരു ഫുള്ളായിട്ട് നമുക്കൊരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ബാക്ക് പോർഷൻ ഇതാണ്. ആൻഡ് സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടമിൽ നമുക്ക് ഹിപ്പ് പോർഷനിൽ ഒരു എലാസ്റ്റിക് കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്ട്രൈറ്റ് ഫിറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ആൻഡ് ചെക്ക് കോട്ടയിൽ വരുന്ന ദുപ്പട്ട. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്.
ഇതിലും നമുക്ക് ഫുള്ളായിട്ട് ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് ബോട്ടം, ദുപ്പട്ട. നെക്സ്റ്റ് വൺ വരുന്നത് എല്ലാത്തിലും സെയിം ആയിട്ട് വന്നിട്ടുള്ളൊരു ഡിജിറ്റൽ പ്രിൻ്റാണ്. ചെറിയ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ പ്രിൻറ്റിൽ. ആൻഡ് സ്ട്രൈറ്റ് ഫിറ്റിൽ വന്നിട്ടുള്ള ബോട്ടം. ഇതൊരു ഫ്ലോറലാണ് പ്രിൻ്റ് വരുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സീക്വൻസ് വർക്കും വരുന്നുണ്ട്, മിറർ വർക്കും നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ട. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രേ വിത്ത് ബ്ലാക്ക് ഷെയ്ഡാണ്. അതിൻ്റെ ഒരു മൾട്ടി കളേഴ്സിലാണ് പ്രിൻ്റ് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്ലീവ്സിൻ്റെ പോർഷനിലും പ്രിൻ്റ് വരുന്നുണ്ട്. ബ്ലാക്കിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടം, ദുപ്പട്ട. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് VFD 126 എന്ന കോഡിൽ 2399 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. ആൻഡ് ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.